ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തി രാജിലെ ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇന്ത്യയിൽ നിലനിന്ന് പോകുന്നത് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമായിരുന്നു ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടുപോകുന്നത്. അക്കാലത്ത് റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട വർഷം 1882. അക്കാലത്ത് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു വിളംബരമാണ് റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നാണ് റിപ്പൺ പ്രഭുവിനെ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വർഷം നമ്മൾ പഠിച്ചേ 1882. അടുത്തതാണ് 1919. അപ്പോൾ പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമമാണ് 1919 പുറപ്പെടുവിച്ച ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തദ്ദേശ സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമമായിരുന്നു. അടുത്ത വർഷം നമ്മൾ നോക്കേണ്ടതാണ് 1952. സാമൂഹിക വികസന പരിപാടികൾ ഗവൺമെൻറ് സംഘടിപ്പിച്ചു. അതായത് പൊതു പങ്കാളിത്തം, ജനങ്ങളുടെ പങ്കാളിത്തം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാമൂഹിക വികസന പരിപാടി സർക്കാർ നടത്തിയത്. അതിനുശേഷം ഇനി തൊട്ടാണ് സുപ്രധാനമായ വർഷങ്ങൾ. 1957. ഇതാണ് ഭരണഘടനാ രൂപീകരണത്തിൻ്റെ നാഴികക്കല്ലുകളെന്ന് പറയാം. 1957 നെഹ്റു നിയമിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 1957 നെഹ്റു നിയമിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അതിനെ കുറിച്ച് ചെറിയൊന്ന് ബ്രീഫായിട്ട് പറയാം. 1957 ഇദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ. അപ്പോൾ ജനുവരിയിലാണ് ഇദ്ദേഹം നിയമിച്ചത് ബൽവന്ത് റായ് കമ്മിറ്റി. നവംബർ 24 റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് പ്രകാരമാണ് ഒരു ത്രിതല പഞ്ചായത്ത് സിസ്റ്റം നമുക്ക് വേണമെന്ന് നിർദ്ദേശിച്ചത്. ഒരു ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വേണമെന്ന് നിർദ്ദേശിച്ചത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. അപ്പോൾ 3 ലെവൽ നമ്മൾക്കിപ്പോൾ പറയുന്ന പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ 3 സെക്ഷനായിട്ടാണ് പറയുന്നത്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്. 1957 സംഭവങ്ങൾ കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞു.